അഘോരികളുടെ ഈ വിചിത്രമായ പാരമ്പര്യങ്ങളും ജീവിത ശൈലിയുമാണ് ജനക്കൂട്ടത്തെ ഭയപ്പെടുത്തുന്നതും എന്നാൽ അവരെ ബഹുമാനിക്കുന്നതും. ഈ നരഭോജി ഭക്ഷണവും മരിച്ചവർ ഉൾപ്പെടുന്ന ആചാരങ്ങളും ഉണ്ടായിരുന്നിട്ടും അഘോരികൾക്ക് അവരുടെ മറ്റേതൊരു ദൈവവിശ്വാസികളെയും പോലെ ഒരേ ഉദ്ദേശമുണ്ട്: ദൈവത്തെ അന്വേഷിക്കുക. അഘോരികൾ ഒരു സന്യാസ ജീവിതശൈലി തേടുന്നു. ആചാരങ്ങൾ ബാക്കിയുള്ള ജനവിഭാഗങ്ങൾക്ക് ദോഷം വരാത്തിടത്തോളം കാലം അവരുടെ ആഗ്രഹം പോലെ അവർ സ്വയം അവശേഷിക്കേണ്ടത് അനിവാര്യമാണ്. യൂട്യൂബിൽ അഘോരികളെ കുറിച്ച് നിരവധി ഡോക്യുമെന്ററികളുണ്ട്. ഇവയെല്ലാം തന്നെ തെറ്റിദ്ധാരണകൾ പരത്തുന്നതാണ്. അവിടെ അഘോരി എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ മൃതദേഹം പിടിച്ചെടുക്കുകയും അതിന്മേൽ ചില ആചാരങ്ങൾ നടത്തുകയും അതിന്റെ പച്ചമാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഈ കാഴ്ചകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനപ്പുറം ഇതിനെക്കുറിച്ചുള്ള അവരുടെ വിശ്വാസങ്ങളോ കാഴ്ചപ്പാടുകളോ നമ്മൾ അറിയുന്നില്ല. ഇതിലൂടെ അഘോരികളെന്ന് വിളിക്കപ്പെടുന്ന ഇവരെല്ലാം തട്ടിപ്പുകാരും വഞ്ചകരുമാണെന്ന് നാം വിശ്വസിക്കുന്നു. മഹത്തായ ഈ പാരമ്പര്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ അഘോരികളാവട്ടെ അത് തിരുത്താനോ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനോ നിൽക്കാറില്ല. അവർ അതൊന്നും ശ്രദ്ധിക്കാറുകൂടിയില്ലെന്നതാണ് സത്യം. ഒരു അഘോരി ഒരിക്കലും തന്റെ സാധനയോ ആചാരങ്ങളോ പരസ്യമായി ചെയ്യുന്നില്ല. ഇത് പൂർണ്ണമായും രഹസ്യമായിരിക്കണമെന്നാണ് അവർ കരുതുന്നത്. അഘോരികൾ രണ്ടു തരത്തിലാണ്. ഒന്ന്, ലോകത്തെ ത്യജിച്ച് വനത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ. ആദിമ മനുഷ്യരെ പോലെയാണവർ. അവരെ ഒരിക്കലും കാണാൻ പോലും കഴിയില്ല. അവർ മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അവർ പൊതുസ്ഥലങ്ങളിൽ വരില്ല. അവർക്ക് ആവശ്യമുള്ളതെന്തും അത് അവരുടെ പക്കൽ അല്ലെങ്കിൽ കാടുകളിൽ ഉണ്ടാവും. രണ്ടാമത്, പുരുഷ അഘോരികൾ ചില ലൈംഗിക ചടങ്ങുകൾക്കായി സ്ത്രീ അഘോരികളെ തങ്ങളോടൊപ്പം നിർത്താറുണ്ടെന്നും ആരോ പറഞ്ഞിട്ടുണ്ട്. അഘോരികൾ എന്ന പേരിൽ അജ്ഞർ പ്രചരിപ്പിച്ച ഈ കുപ്രചരണങ്ങളെല്ലാം സാധാരണക്കാരുടെ മനസ്സിൽ അഘോരികളെക്കുറിച്ചുള്ള ഭയം പടർത്തിയിട്ടുണ്ട്. വാരണാസിയിൽ ചില കള്ളസന്യാസിമാർ തലയോട്ടികളുള്ള കറുത്ത വസ്ത്രം ധരിച്ച് ആളുകളെ കബളിപ്പിക്കുന്നതായി കേട്ടിട്ടുണ്ട്. ഇതൊക്കെ യഥാർത്ഥ അഘോരികൾക്ക് കളങ്കമാണ്. അഘോരികൾ ബ്ലാക്ക് മാജിക് ഉപയോഗിക്കുന്നതായും തെറ്റിദ്ധാരണയുണ്ട്. പക്ഷെ അവർ അങ്ങനെ ചെയ്യുന്നില്ല. ശിവനെ ആരാധിക്കുന്നത് അവരുടെ രീതിയാണ്. വീടുമെല്ലാം ഉപേക്ഷിച്ച് തരിശായി കിടക്കുന്ന വയലുകളിലും നിബിഡ വനങ്ങളിലും അലഞ്ഞു തിരിയുന്ന അവർ സഹായം തേടിയെത്തുന്നവരിൽ നിന്ന് ഒരിക്കലും പണം വാങ്ങാറില്ല. അവരുടെ പല ആചാരങ്ങളും പ്രക്രിയകളും നിഗൂഢമാണ്. സാധാരണക്കാർക്ക് ബ്ലാക്ക് മാജിക്കായി തോന്നിയേക്കാം, പക്ഷെ അവ അങ്ങനെയല്ല. അവരുടെ ആചാരങ്ങളുടെ സ്വഭാവം പരിഷ്കൃതരായ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവർക്ക് അവ വന്യമായി തോന്നാം. അവരിൽ ഭൂരിഭാഗവും ആത്മീയമായ അച്ചടക്കങ്ങളിലും സാധനകളിലും ആഴത്തിൽ ആഴ്ന്നിറങ്ങുകയും നിഗൂഢതയിലും അതിനപ്പുറമുള്ള മേഖലയിലും അനായാസമായി ഇടപെടുകയും ചെയ്യുന്നു. അഘോരികൾ എല്ലായ്പ്പോഴും ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ തങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കാനും സാധാരണ ആളുകളെ സഹായിക്കാനും അവർ ശക്തികൾ ഉപയോഗിക്കുന്നു. അവർ എല്ലാ ഭൗതിക സുഖങ്ങളും ഉപേക്ഷിച്ചവരാണ്. ആചാരപരമായി അവർ തികച്ചും സ്വാർത്ഥരാണ്. അത് അവർ പിന്തുടരുന്ന ഒരുതരം തത്വചിന്തയാണ്. ഒന്നിനോടും വെറുപ്പോ വിദ്വേഷമോ ഉണ്ടാകരുതെന്നാണ് അഘോരികളുടെ നിബന്ധന. അങ്ങനെയെങ്കിൽ അത് മോക്ഷത്തെ തടഞ്ഞു നിർത്തിയെന്നാണ് അഘോരികൾ വിശ്വസിക്കുന്നത്. മതം, ജാതി, വർഗം, വർണ്ണം, ലിംഗം, രാഷ്ട്രീയം, സാമ്പത്തികം തുടങ്ങിയ യാതൊരു വേർതിരിവും ആരോടും കാണിക്കരുത് എന്നുള്ള സന്ദേശം പ്രചരിപ്പിക്കുന്നവരാണ് അഘോരികൾ. ത്യാഗത്തിന്റെ വഴിയാണ് വ്യവസ്ഥാപിതമായ മതപരമായ മാർഗങ്ങളെക്കാൾ ഫലപ്രദമെന്ന് അഘോരികൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ചെയ്യാൻ ധൈര്യപ്പെടുക. മൃതദേഹങ്ങളുടെ മധ്യത്തിൽ കിടന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അമാനുഷിക ശക്തികൾ ലഭിക്കുമെന്ന് അഘോരികൾ വിശ്വസിക്കുന്നു. അഘോരികളുടെ സ്ത്രീ പങ്കാളികളും ദേഹമാകെ ചുടലഭസ്മം പൂശിയിരിക്കും. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അഘോരികൾ ഡ്രമ്മുകൾ കൊട്ടുകയും മന്ത്രങ്ങൾ ഉച്ചരിക്കുകയും ചെയ്യും. ഒരു സ്ത്രീയെയും ബലപ്രയോഗത്താൽ കീഴ്പ്പെടുത്താൻ അഘോരികൾ ആഗ്രഹിക്കുകയില്ല. ലൈംഗിക സാക്ഷാത്കാരം ഇവർ ആസ്വദിക്കുന്നു. ഭോഗിക്കാതെ തന്നെ ഈ അവസ്ഥയിലേക്ക് എത്താനും കഴിയുമത്രേ. അഘോരികളുടേത് യഥാർത്ഥ അർദ്ധനാരീശ്വര സങ്കല്പമാണ്. സ്ത്രീയും പുരുഷനും സംഭോഗത്തിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആനന്ദം ക്ഷണികമാണ്. പെട്ടെന്നുള്ള ഇന്ദ്രിയ സ്ഖലനമല്ല യഥാർത്ഥത്തിലുള്ള ആനന്ദം. 1-2 മണിക്കൂറുകൾ കൊണ്ട് ആനന്ദത്തിന്റെ പരമോന്നതയിൽ എത്തിയ ശേഷം മാത്രമേ സ്ഖലനം സംഭവിക്കാൻ പാടുള്ളൂ. അതാണ് യഥാർത്ഥ ആനന്ദമൂർച്ച. ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുമാണ് സാധാരണക്കാരിലേക്ക് എത്തിയിരിക്കുന്നത്. ഭാരതത്തിൽ നാട്ടുരാജാക്കന്മാരുടെ ഭരണകാലത്ത് അഘോരി സന്യാസിമാർ സർവത്ര ഉണ്ടായിരുന്നു. ഓരോ മഹാരാജാവും തങ്ങളുടെ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടിയും ഇവരെ നിർലോഭം ഉപയോഗിച്ചു. യുദ്ധം ജയിക്കാൻ,
ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാൻ തുടങ്ങി പലതിനും ഇവർ അഘോരികളുടെ സഹായം തേടി. പക്ഷെ പിന്നീടിത് അഘോരികളുടെ നാശത്തിന് തന്നെ ഇടയാക്കി. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചെടുക്കുവാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഏറ്റവും തലവേദനയായി തീർന്നത് അഘോരി സന്യാസിമാരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വെള്ളക്കാരിവരെ തോക്കുപയോഗിച്ച് ക്രൂരമായി കൊന്നൊടുക്കി. ചതിപ്രയോഗത്തിലൂടെയാണ് അവർ ഈ പാതകം ചെയ്തത്. നേരെ വാ നേരെ പോ എന്നതാണ് അഘോരികളുടെ രീതി. അവർ വിവാഹത്തിലും സന്താനോൽപാദനത്തിലും ഒട്ടും വിശ്വസിക്കുന്നില്ല. അഘോരികൾ അവരുടെ വൈദ്യശാസ്ത്രത്തിനും പേരുകേട്ടവരാണ്. അവരുടെ രോഗശാന്തി പ്രക്രിയകളിൽ ശുദ്ധീകരണമുണ്ട്. പാശ്ചാത്യ മരുന്നുകൾ പരാജയപ്പെടുമ്പോൾ രോഗങ്ങൾക്ക് ചികിത്സിക്കാൻ ആളുകൾ പലപ്പോഴും ഈ സാധുക്കളുടെ അടുത്തേക്ക് വരുന്നു. അഘോരികൾക്ക് അവരുടെ ശരീരത്തിലേക്ക് ആരോഗ്യം പകരാൻ, അവരെ ചികിത്സിക്കാൻ കഴിയുമെന്ന് ഈ രോഗികൾ വിശ്വസിക്കുന്നു. ഇത് പരിവർത്തന രോഗശാന്തി എന്നറിയപ്പെടുന്നു. അഘോരി സാധുവിന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ഉയർന്ന ആത്മീയത കാരണം ഈ രീതി നടപ്പിലാക്കുന്നത് സാധ്യമാണത്രേ. അഘോരികൾ മൃതദേഹത്തിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള ഒരു എണ്ണ ശേഖരിക്കുമത്രേ. ഈ എണ്ണ ഉപയോഗിച്ചാണ് അവരുടെ ചികിത്സാ രീതികളെല്ലാം. ഈ എണ്ണയിൽ മറ്റെന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടോ എന്നറിയില്ല. അത് പറയുവാൻ അവർ തയ്യാറുമല്ല. ഈ എണ്ണ ഉപയോഗിച്ചുള്ള ചികിത്സ എല്ലാ രോഗങ്ങളും മാറ്റുമെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഘോരി സന്യാസിമാർക്ക് അസുഖങ്ങളൊന്നും വന്ന് കാണാറില്ല എന്നതാണത്.